ഏത് വികസന പരിപാടിക്കാണ് ഞങ്ങൾ സഹകരിക്കാത്തത്? അതുകൂടി പറയാൻ പറ. വയനാട്ടിൽ പെട്ടെന്ന് എത്താൻ വേണ്ടിയിട്ടുള്ള ടണൽ പ്രോജക്ട്, അതിനൊക്കെ ഞങ്ങൾ എതിർക്കും, ശക്തിയായി ഞങ്ങൾ എതിർക്കും. നാഷണൽ ഹൈവേ പൂർത്തീകരിച്ച് ഉദ്ഘാടനം ചെയ്യാമെന്നാണ് മുഖ്യമന്ത്രി കരുതുന്നതെങ്കിൽ ഒരടി പോലും നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല. സമരത്തിന് ഞങ്ങൾ പിന്തുണ നൽകും. അതിന് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചുകൊണ്ടുള്ള പരിപാടികൾ കൂടി UDF-ന്റെയും കോൺഗ്രസിന്റെയും നേതൃത്വത്തിലുണ്ടാകും. തീരദേശ ഹൈവേയെ കുറിച്ച് ശരിയല്ല. ഗവൺമെന്റ് ഇത് പുനഃപരിശോധിക്കണം. ഇത് പ്രായോഗികമല്ല. പാരിസ്ഥിതികമായും സാമൂഹികമായും ഒരുപാട് പ്രശ്നങ്ങളുണ്ടാവും. ഗവൺമെന്റിനോട് ഞങ്ങൾക്ക് ആവശ്യപ്പെടാനുള്ളത്, ഇപ്പൊ ഇവിടെ നടക്കുന്ന ഈ പണി നിർത്തിവെച്ച് UDF-യുടെ അധികാരത്തിൽ വന്ന ലൈഫ് മിഷൻ ഉൾപ്പെടെ ഇവർ രൂപപ്പെടുത്തിയ ഈ 4 മിഷനുകൾ ഞങ്ങൾ പിരിച്ചുവിടും. ഈ ഫോണിന്റെ ഉദ്ഘാടനവുമായിട്ടോ അതിനനുബന്ധ ചടങ്ങുകളായിട്ടോ ഒരു കാരണവശാലും പ്രതിപക്ഷം സഹകരിക്കില്ല. വരാനിരിക്കുന്ന ദിവസങ്ങളിൽ 4 അഴിമതികൾ കൂടി, പ്രധാനപ്പെട്ട 4 അഴിമതികൾ കൂടി കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് പുറത്തു വരാൻ കേരള ബാങ്കിനെ ഞങ്ങൾ കോടതിയിൽ ചോദിക്കും. കേരളയിൽ സിൽവർ ലൈൻ പദ്ധതി കേരളത്തിൽ നടത്താൻ അനുവദിക്കുന്ന പ്രശ്നമില്ല. 87,500 കോടിയുടെ മൂലധന നിക്ഷേപം സംഭവിച്ചിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട വികസനങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. 221 റോഡുകൾ വന്നിട്ടുണ്ട്. പുതിയ 221 റോഡുകൾ വന്നിട്ടുണ്ട്. 15 ഫ്ലൈ ഓവറുകൾ വന്നിട്ടുണ്ട്. 91 മേൽപ്പാലങ്ങൾ വന്നിട്ടുണ്ട്. ഈ രീതിയിലുള്ള വികസനം സംഭവിച്ചിട്ടുണ്ട്.